ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺസ്. സോ ഗേറ്റ് 2025 നോട്ടിഫിക്കേഷൻ IIT റൂർക്കി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഓഗസ്റ്റ് 24 തൊട്ടിട്ട് നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ മെയിനായിട്ടും ഡിഫറെൻറ്റ് സോൺസ് ഏതാണെന്നുള്ളതും അതിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്സ്, എക്സാമിനേഷൻ സിറ്റീസ് ഏതാണെന്നുള്ളതാണ് ബ്രീഫായിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടോട്ടലി 8 സോൺസ് അവൈലബിൾ ആണ്. സോ ഈ സോൺസിൻ്റെ അണ്ടറിൽ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്. അതിലാണ് നമുക്ക് സിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ 3 എക്സാമിനേഷൻ സിറ്റി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഫോറിൻ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ ഇന്ത്യയിലുള്ള എക്സാമിനേഷൻ സിറ്റീസ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഡിഫറെൻറ്റ് സോൺസ് ഏതൊക്കെയാണെന്നുള്ളതും സോൺസിൻ്റെ അണ്ടറിൽ വരുന്ന സ്റ്റേറ്റ്സ്, സിറ്റീസ് ഏതാണെന്നുള്ളതും ബ്രീഫായിട്ട് നോക്കാം. സോ ടോട്ടലി 8 സോണാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് IISc ബാംഗ്ലൂർ ആണ്. ഫസ്റ്റ് സോണ് IISc ബംഗളൂരു ആണ് ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത്. സോ IISc ബംഗളൂരുവിൻ്റെ അണ്ടറിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലെ 1-2 സിറ്റീസ് വരുന്നുണ്ട്. കേരളത്തിലെ മെയിനായിട്ടും അങ്കമാലി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, പത്തനംതിട്ട, പയ്യന്നൂർ, തൃശ്ശൂർ, വടകര, വയനാട്. അപ്പോൾ ഇത്രയും എക്സാമിനേഷൻ സിറ്റീസ് സോൺ 1 IISc ബംഗളൂരുവിൻ്റെ അണ്ടറിൽ വരുന്ന സിറ്റീസാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരു 3 സിറ്റി വേണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ദെൻ കർണാടക വരുന്നുണ്ട്, തെലുങ്കാനയിലെ കുറച്ച് സിറ്റീസ് വരുന്നുണ്ട്, ആൻഡമാൻ നിക്കോബാർ വരുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് ഫസ്റ്റ് സോൺ IISc ബാംഗ്ലൂരിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സോൺ എന്ന് പറയുന്നത് IIT ബോംബെ ആണ്. സോ IIT ബോംബെയുടെ അണ്ടറിൽ വരുന്നത് ഗുജറാത്തും മഹാരാഷ്ട്രയിലെയും സിറ്റീസ് ആണ്. സോൺ 2 IIT ബോംബെയുടെ അണ്ടറിൽ വരുന്നത്. ഓക്കെ, ദെൻ സോൺ 3 എന്ന് പറയുന്നത് IIT ഡൽഹി ആണ്. സോ IIT ഡൽഹിയിൽ വരുന്നത് ഹരിയാന, ജമ്മു കാശ്മീർ, ലഡാക്ക്, മധ്യപ്രദേശ്, ന്യൂഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഇത്രയും സ്റ്റേറ്റ്സും അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സിറ്റീസുമാണ് സോൺ 3യുടെ അണ്ടറിൽ വരുന്നത്. ദെൻ സോൺ 4 എന്ന് പറയുന്നത് IIT ഗുവാഹത്തി ആണ്. സോ അരുണാചൽ പ്രദേശ് ഉണ്ട്, ആസാം, ബീഹാർ, ജാർഖണ്ഡ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, വെസ്റ്റ് ബംഗാൾ. അതായത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ആണ് മെയിനായിട്ടും വരുന്നത്. അവിടുത്തെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന സിറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാൻ പറ്റും. ദെൻ സോൺ 5 എന്ന് പറയുന്നത് IIT കാൺപൂർ ആണ്. IIT കാൺപൂരിൽ മധ്യപ്രദേശും ഉത്തർപ്രദേശിലെയും ഈ സിറ്റീസ് ആണ് സോൺ 5 IIT കാൺപൂരിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ സോൺ 6 IIT ഖരഗ്പൂർ ആണ്. IIT ഖരഗ്പൂരിൽ ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ ഈ സ്റ്റേറ്റ്സും പ്രൊവൈഡ് ചെയ്തേക്കുന്ന സിറ്റീസും അവൈലബിൾ ആണ്. ദെൻ സോൺ 6 കഴിഞ്ഞാൽ സോൺ 7 IIT മദ്രാസ്. സോ IIT മദ്രാസിൽ ആന്ധ്രാപ്രദേശ്, അവിടെയും കേരള വരുന്നുണ്ട്. ഓക്കെ, സോ കേരള 2 സോണിന്റെ അണ്ടറിൽ വരുന്നുണ്ട്, IISc ബംഗളൂരും അതുപോലെ തന്നെ IIT മദ്രാസും. സോ ഇവിടെ IIT മദ്രാസ് എടുക്കുകയാണെങ്കിൽ ആലപ്പുഴ, ആലുവ വരുന്നുണ്ട് എറണാകുളത്ത്, ആറ്റിങ്ങല്, ചെങ്ങന്നൂര്, കാഞ്ഞിരപ്പള്ളി, കൊല്ലം, കോതമംഗലം, കോട്ടയം, മൂവാറ്റുപുഴ, തിരുവനന്തപുരം. ഇത്രയും സിറ്റീസ് സോൺ 7 IIT മദ്രാസിന്റെ അണ്ടറിൽ വരുന്ന, കേരളത്തിൽ വരുന്ന എക്സാമിനേഷൻ സിറ്റീസ് ആണ്. പിന്നെ പോണ്ടിച്ചേരി വരുന്നുണ്ട്, തമിഴ്നാടുവിലെ ഒരുപാട് എക്സാമിനേഷൻ സിറ്റീസ് വരുന്നുണ്ട്, തെലുങ്കാന വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് സോൺ 7 വരുന്നത്. ഇനി സോൺ 8 IIT റൂർക്കിയാണ് 2025 ഗേറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ സോൺ 8 IIT റൂർക്കിയിൽ വരുന്നത് ഹരിയാന, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് ഇത്രയും സ്റ്റേറ്റ്സും അതിന്റെ അണ്ടറിൽ വരുന്ന സിറ്റീസുമാണ് വരുന്നത്. സോ ടോട്ടലി നമുക്ക് 8 സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സോൺ സെലക്ട് ചെയ്യുക, അതിൻ്റെ അണ്ടറിൽ വരുന്ന സിറ്റീസ് അതിനനുസരിച്ച് സെലക്ട് ചെയ്യുക. സോ 3 എക്സാമിനേഷൻ സിറ്റി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് കൊടുത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇന്ത്യക്ക് പുറത്തുള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഈ 8 സോണിൽ ഏതെങ്കിലും ഒരു സോണിൻ്റെ അണ്ടറിലുള്ള എക്സാമിനേഷൻ സിറ്റി വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ, സോ ഇതുപോലത്തെ ഉള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.